നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാഴ്ച മുമ്പ് കാസർഗോഡ് പൈവളികയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുതിയ വഴിത്തിരിവ്. 15-കാരിയും പ്രദേശവാസിയായ പ്രദീപിനെയുമാണ് മണ്ടേക്കാപ്പിലെ ഗ്രൗണ്ടിൽ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ നിർണായകമായത് കർണാടകയിലെ ബന്ധുവിന് അയച്ചുകൊടുത്ത 50-ലധികം ചിത്രങ്ങളാണ്. ഫെബ്രുവരി 12-നാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാതായത്. കുട്ടിയെ കാണാതായ ദിവസം തന്നെ പ്രദേശവാസിയായ പ്രദീപിനെയും കാണാതാവുകയായിരുന്നു. ഇതേ ദിവസമാണ് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കർണാടകയിലുള്ള ബന്ധുവിന് അയച്ചു കൊടുത്തത്. പല സ്ഥലങ്ങളിൽ വെച്ച് പല സമയത്തായി എടുത്ത ചിത്രങ്ങളാണ് അയച്ചു നൽകിയിരിക്കുന്നത്. ഇതിലൂടെയാണ് ഇരുവരും ഒരുമിച്ചുണ്ടാകുന്ന സൂചന പോലീസിന് ലഭിച്ചത്. പിന്നാലെ കർണാടക പോലീസിനെ ബന്ധപ്പെട്ട് കർണാടകയിലും തെരച്ചിൽ നടത്തുകയായിരുന്നു. കർണാടകയിലേക്ക് ഇരുവരും പോയിട്ടില്ലെന്നാണ് ഉറപ്പിച്ചതോടെയാണ് വീടിന്റെ പരിസരത്ത് അന്വേഷണം വ്യാപിപ്പിച്ചത്. തുടർന്നാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പരിസരത്ത് നിന്ന് 2 ഫോണുകളും ഒരു കത്തിയും ഒരു ചോക്ലേറ്റും കണ്ടെടുത്തിരുന്നു. എന്നാൽ ആത്മഹത്യക്കുറിപ്പ് കണ്ടുകിട്ടിയിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചു. മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്ത് ദുർഗന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രദേശത്തെ CCTV-കൾ അടക്കം പരിശോധിച്ചതായി പോലീസ് പറഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും ഇതിനുശേഷമേ വസ്ത്രത്തിലോ മറ്റോ കുറിപ്പ് ഉണ്ടായിരുന്നോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നും പോലീസ് അറിയിച്ചു. 3 ആഴ്ച മുമ്പ് കാണാതായ 15-കാരിയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതിനെതിരെ വ്യാപകമായി വിമർശനമുയരുന്നുണ്ട്. പെൺകുട്ടിയെ കാണാതായി 28 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ചില്ല എന്നാണ് വിമർശനമുയർന്നത്. കുട്ടി അയൽവാസിയുമായി ഒളിച്ചോടി എന്നാണ് കഥകൾ പരന്നിരുന്നത്. കുടുംബവും ബന്ധുക്കളും പറഞ്ഞതനുസരിച്ച് ഇവർ മുംബൈയിലേക്ക് ഉൾപ്പെടെ പോയി എന്ന ചർച്ചകൾ പോലീസും വിശ്വസിക്കുകയായിരുന്നു. ഇവരുടെ ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും ഡ്രോൺ പരിശോധന നടത്തുകയും ചെയ്തിരുന്നുവെങ്കിലും ഒരു തുമ്പും കണ്ടെത്താനായിരുന്നില്ല. പോക്സോ കേസ് ആയിട്ട് പോലും പോലീസ് വേണ്ട രീതിയിൽ എടുത്തില്ല. ടവർ ലൊക്കേഷൻ നിസ്സാരവൽക്കരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. തുടർന്ന് ആഭ്യന്തര വകുപ്പ് ഇടപെട്ടതോടെയാണ് പോലീസ് ഊർജിതമായി വിഷയം അന്വേഷിച്ചത്. ടവർ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടും പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. അവിടെ നിന്ന് മൃതദേഹമെങ്കിലും കണ്ടെത്താൻ പോലും കഴിയാതിരുന്നത് പോലീസിന് വീഴ്ച പറ്റിയതിന് തെളിവാണ്. രൂക്ഷമായ ഗന്ധമുണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും പോലീസ് നായകളെ പോലും ഉപയോഗിച്ച് ഒരു തുമ്പും കണ്ടെത്താൻ ശ്രമിച്ചില്ല. വളരെ വൈകിയാണ് പരിശോധനയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ആദ്യഘട്ടത്തിൽ അന്വേഷണം ഊർജിതമായി നടത്തിയിട്ടില്ല. ടവർ ലൊക്കേഷൻ വരെ കണ്ടെത്തിയിട്ടും തിരച്ചിൽ കാര്യക്ഷമമാക്കിയില്ല. പോലീസിന്റെ നിസ്സാരവൽക്കരണമാണ് ഇത്രയും വൈകിയത് എങ്ങനെയാണെന്നൊക്കെയാണ് വിമർശനം. പെൺകുട്ടിയുടെയും പ്രദീപിന്റെയും അവസാന മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിച്ച പ്രദേശത്തു നിന്ന് തന്നെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ 52-അംഗ പോലീസ് സംഘവും നാട്ടുകാരുമടക്കം വ്യാപക തെരച്ചിൽ നടത്തി വരുന്നതിനിടെയാണ് ഇരുവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൈവളികയിലെ പെൺകുട്ടിയുടെ വീടിന് സമീപമുള്ള മണ്ടേക്കാപ്പ് ഗ്രൗണ്ടിനടുത്തുള്ള അക്കേഷ്യ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് പെൺകുട്ടിയും യുവാവിനെയും കണ്ടെത്തിയത്. ഇരുവരുടെയും മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ഫെബ്രുവരി 12 മുതലാണ് പെൺകുട്ടിയെ കാണാതായതെന്ന് മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നത്. ഡ്രോൺ അടക്കമുള്ളവ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു. ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണിത്. തോട്ടത്തിലെ ഉൾഭാഗങ്ങളാണ് കൂടുതൽ തെരച്ചിൽ നടത്തിയിരുന്നതെന്നും നേരത്തെ ഈ ഭാഗത്ത് തെരച്ചിൽ കാര്യക്ഷമമായി നടത്തിയിരുന്നില്ല എന്നും പോലീസ് പറഞ്ഞു. പെൺകുട്ടിയെ കാണാതിനൊപ്പം അയൽവാസിയായ യുവാവിനെയും കാണാതാവുകയായിരുന്നു. കാണാതായി 26 ദിവസത്തിനു ശേഷമാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ നോക്കിയാണ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് മൊബൈൽ ഫോണും കത്തിയും അടക്കം കണ്ടെടുത്തിട്ടുണ്ട്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം കാണാതായെന്ന് പരാതി വരികയും പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം വീടിന് സമീപത്തെ ഗ്രൗണ്ടിനോട് ചേർന്ന് മരിച്ച നിലയിൽ ഇരുവരെയും കണ്ടെത്തുകയും ചെയ്ത സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്.